ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എന്റെ പേര് അഖിൽ. നിങ്ങൾ ഏറെ കാത്തിരുന്ന പോസ്റ്റ് ഓഫീസിന്റെ ജോലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് തൊട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ്സാണ്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമോ ഇന്റർവ്യൂ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി, കേന്ദ്ര ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. 40,000-ന് മുകളിൽ വേക്കൻസികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അപേക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെയായിരിക്കും നിങ്ങൾ ലൈഫ് ടൈം ജോലി ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഏജ് വരുന്നത് 18 വയസ്സോട് 40 വയസ്സിനിടയിലാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് ആണ്. കൂടാതെ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനാണ്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷന്റെ താഴെ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വെബ്സൈറ്റും ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇതാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങളുടെ രജിസ്ട്രേഷൻ 15/7/2024 ഇന്നോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ 6/8/2024 തൊട്ട് 8/8/2024 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പോസ്റ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടീസും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വായിച്ചു നോക്കുക. നിങ്ങളുടെ സാലറി സ്കെയിലും പറഞ്ഞിട്ടുണ്ട്. ഈ സാലറി നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലോട്ട് പിന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറാൻ സാധിക്കുന്നതായിരിക്കും. ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ്. കൂടാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, സൈക്കിൾ ഓട്ടിക്കാൻ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് മാത്രം മതിയാകും. കൂടാതെ നിങ്ങൾ ഡെഡിക്കേഷൻ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ GDSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം വേക്കൻസി കൊടുത്തിട്ടുണ്ട്. 44,228 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളത്. 15/7/2024 ഇന്ന് തൊട്ട് ഇത് സ്റ്റാർട്ട് ആയതിന്റെ എൻഡിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 5/8/2024 ഇതിന്റെ എൻഡിങ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് വരുന്നത് കേരളയാണ്. കേരളത്തിൽ തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു നോട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം വരുന്നതെന്ന് നോക്കുക. ഉദാഹരണം ഞാൻ ഇപ്പം പറഞ്ഞത്, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ട്രിവാൻഡ്രം സൗത്ത് ഡിവിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ട്രിവാൻഡ്രം സൗത്ത് വ്യൂ പോസ്റ്റ്. ഇത് ട്രിവാൻഡ്രം സൗത്തിലുള്ള പോസ്റ്റിലുള്ള ഡീറ്റെയിൽസുകളുടെ എണ്ണമാണ്. സൗത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിഴിഞ്ഞമുണ്ട്, വെള്ളായണിയുണ്ട്, നമുക്ക് പെരികാവുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ട്രിവാൻഡ്രം സൗത്തിൽ തന്നെ നമുക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണും. ഇതുപോലെ നിങ്ങളുടെ സ്ഥലത്തിൽ തന്നെ ഒരുപാട് ഡിവിഷൻ സിസ്റ്റം പോലെ കാണും. അതിലിപ്പോൾ നിങ്ങൾ നോക്കുക നെയ്യാർ ഡാം. ഓക്കെ, ഇവിടെ നെയ്യാർ ഡാം നോക്കുക. ഇപ്പൊ ഞാനിപ്പോൾ നെയ്യാർ ഡാം ഇതിൽ വരുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നെയ്യാർ ഡാമിലെ ഡിവിഷനിൽ വരുന്ന ആളാണെങ്കിൽ, ഓക്കെ, ട്രിവാൻഡ്രം സൗത്ത് ഡിവിഷനിൽ നെയ്യാർ ഡാം BOയിൽ ഞാൻ വരുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൊടുത്ത ഞാൻ OBC ആണെങ്കിലാണ്. അപ്പൊ നിങ്ങൾ OBC കാറ്റഗറി നോക്കുക. ഇതിൽ OBC കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡിവിഷൻ നോക്കി അപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ SC കാറ്റഗറിക്കും UR കാറ്റഗറിയെ കാട്ടിയും ഏറ്റവും കൂടുതൽ ചാൻസ് OBC ആണ്. OBC ഇല്ല എന്നൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് മാത്രമേ അവർ UR-നെയോ UR കാറ്റഗറിയോ SC കാറ്റഗറിയോ അവർ സെലക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഈ രജിസ്ട്രേഷൻ കൊടുക്കുക. രജിസ്ട്രേഷനിൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ പേര് വന്നിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി കൊടുക്കുക.
പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത സർക്കിൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ കൊടുക്കുക. കൂടാതെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സർക്കിളിലാണ് വരുന്നത് നിങ്ങൾ കേരള കൊടുക്കുക. ഇവിടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഏത് സർക്കിളിലാണെന്നാണ് നിങ്ങൾ കേരള കൊടുക്കുക. കൂടാതെ അടുത്ത് നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് സ്കൂൾ, നിങ്ങൾ ഏത് വർഷമാണ് 10ാം ക്ലാസ് പാസ്സായെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്ത ശേഷം ഇവിടെ ഒരു ടെക് ക്യാപ്ച കാണിക്കുന്നുണ്ട്. ഈ ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് കൊടുത്ത ശേഷം ഇവിടുത്തെ ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് അത് കഴിഞ്ഞ ശേഷം സബ്മിറ്റ് കൊടുത്ത ശേഷം ഇവിടെ അപ്ലൈയിൽ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പറും കൂടെ നിങ്ങൾ സർക്കിൾ അടിക്കേണ്ടി വരും. നിങ്ങൾ ഏത് സർക്കിളിലാണെന്നുള്ളത് അത് അടിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം വരും. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം വരും. ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ 10ന്റെ മാർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു ചൂസ് പ്രിഫറൻസ്, നിങ്ങൾക്ക് എവിടെയാണ് ജോലി വേണ്ടത്, ഏത് സ്ഥലത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലം നോക്കി നിങ്ങൾ കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 10ന് 95% മുകളിൽ മാർക്കുള്ളവർക്കാണ് കിട്ടാൻ സാധ്യത കൂടുതൽ. ചില സാഹചര്യങ്ങൾ അതിന് താഴെ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇന്നത്തെ ഈ ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ നല്ലൊരു ജോലിയാണ്. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഹയർ പോസ്റ്റിൽ കയറാവുന്നതാണ്. നല്ലൊരു സാലറി, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സാലറി നിങ്ങൾക്ക് നേടാവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണ് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗവൺമെന്റ് ജോലീസും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എന്റെ ചാനൽ വരുന്നുണ്ട്.